അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകൾ, അല്ലാഹു നമ്മയൊക്കെയും സ്വീകരിക്കുമാറാകട്ടെ. മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹത്തെ ഇത്രയേറെ വലിയൊരു പദവിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആക്കാൻ കാരണമായ സ്വലാത്ത് എന്ന് അദ്ദേഹം തന്നെ പരിചയപ്പെടുത്തിയ, തൻ്റെ ശിഷ്യന്മാർക്ക് സ്വപ്നത്തിലൂടെയും മറ്റുമായിട്ട് പറഞ്ഞു കൊടുത്ത സുന്ദരമായിട്ടുള്ള ഒരു സ്വലാത്തുണ്ട്. ആ സ്വലാത്താണ് വലിയ പുണ്യമുള്ള സ്വലാത്താണ്. ഈ സ്വലാത്ത് നമ്മുടെ ജീവിതത്തിൻ്റെ മുഴുവൻ കാര്യങ്ങൾക്കും ഈ സ്വലാത്ത് മതി. പ്രിയപ്പെട്ടവരെ, ഇത്രയേറെ അത്ഭുതങ്ങളുടെ കലവറ നിറഞ്ഞ സുന്ദരമായ ഒരു സ്വലാത്തിനെ സംബന്ധിച്ചാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത്. അള്ളാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് പേര് ദിവസവും നമ്മുടെ ഈ ക്ലാസ് കാണുന്നുണ്ട്. അവർക്കെല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിലുടനീളം റബ്ബ് തആല സന്തോഷമുള്ള, സമാധാനമുള്ള, സംതൃപ്തിയുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കടങ്ങൾ കൊണ്ട്, കഷ്ടതകൾ കൊണ്ട്, ഇങ്ങനെ ഓരോ പൈസ കിട്ടാനുള്ളതുപോലെ വീട് വയ്ക്കാനുള്ള സ്വപ്നങ്ങൾ മനസ്സിൽ പേറി നടക്കുന്ന ഒരുപാട് ആളുകളുണ്ടല്ലേ. അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ അല്ലാഹു തആല അവരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച്, തോതനുസരിച്ച് പടച്ച തമ്പുരാൻ ഹൈറിലാക്കി കൊടുക്കട്ടെ. കടങ്ങളുള്ളവരുടെ കടങ്ങൾ അല്ലാഹു തആല വീട്ടി കൊടുക്കട്ടെ. കഷ്ടതകൾ അല്ലാഹു നീക്കി കൊടുക്കട്ടെ. വീടില്ലാത്തവർക്ക് വീട് കൊടുക്കട്ടെ. ലോണിൽ കുടുങ്ങിപ്പോയവർക്ക്, പലിശയിൽ പെട്ടുപോയവർക്ക് അല്ലാഹു കരകയറ്റട്ടെ. സന്തോഷവും സമാധാനവും അല്ലാഹു തആല കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, മഹാനായ ലോകം കണ്ട ഏറ്റവും വലിയൊരു ഇമാമാണ് നമ്മുടെയൊക്കെ മദ്ഹബിൻ്റെ ഇമാമായ സയ്യിദുന ഷാഫിഈ ഇമാം റളിയല്ലാഹു തആല അൻഹു. ഈ ഇമാമുന ഷാഫിഈ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ജീവിതം എടുത്ത് വെച്ചൊന്ന് പരിശോധിച്ച് നോക്കിയാൽ അല്ലാഹു തആല ഒരുപാട് ഉയർച്ച നൽകിയ ഒരു ഇമാമാണ് അല്ലേ. ഒരു മദ്ഹബിൻ്റെ ഇമാമാണ്. ഒരുപാട് ഉയർച്ച അല്ലാഹു തആല നൽകിയ ഇമാമാണ്. ചിന്തിച്ചു നോക്കണം, എത്രയേറെ ഹദീസുകൾ മനഃപ്പാഠമുള്ള, വളരെ ചെറുപ്രായത്തിൽ തന്നെ അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ മുഴുവനും കാണാതെ പഠിച്ച മഹാനായ ഇമാമുന ഷാഫിഈ റളിയല്ലാഹു തആല അൻഹു. ഈ ഷാഫിഈ ഇമാമ് വഫാത്തിന് ശേഷം ശിഷ്യന്മാർ ഷാഫിഈ ഇമാമിനെ പറ്റി സംസാരിക്കുമ്പോൾ, ആ ഷാഫിഈ ഇമാമിൻ്റെ ജീവിത രീതികളെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടുമ്പോഴൊക്കെ പറയുന്നുണ്ട്, അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഒരു ദിവസം ശിഷ്യന്മാരിൽ ഒരാൾ സ്വപ്നത്തിൽ മഹാനവറുകളെ കാണുകയും കണ്ടപ്പോൾ സ്വപ്നത്തിൽ ചോദിച്ചു. എന്താ ചോദിച്ചെന്നറിയോ? ഒരു ശിഷ്യൻ മഹാനവറുകളോട് ചോദിക്കാൻ, അങ്ങേക്ക് ഇത്രയേറെ അനുഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകാനുള്ള കാരണം എന്താണ്? അതായത് ഇസ്സത്തിൻ്റെ, അഭിമാനത്തിൻ്റെ, ഉന്നമനത്തിൻ്റെ, ഉന്നതിയുടെയൊക്കെ ഏറ്റവും ടോപ്പ് ലെവലാണ് മഹാനായ ഇമാമുന ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി. മഹാനവറുകൾക്ക് ഇത്രയേറെ ഉന്നതി കിട്ടാനുള്ള കാരണങ്ങളിൽപ്പെട്ട ഒരൊറ്റ കാരണം മഹാനവറുകൾ തൻ്റെ ശിഷ്യനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ സ്ഥിരമായിട്ട് പറയാറുള്ള, ചൊല്ലാറുള്ള സുന്ദരമായിട്ടുള്ള ഒരു സ്വലാത്തുണ്ട്. ആ സ്വലാത്ത് എൻ്റെ ഗ്രന്ഥങ്ങളുടെ തുടക്കങ്ങളിൽ പോലും ഞാനത് എഴുതി വെച്ചിട്ടുണ്ട്, രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സ്വലാത്ത് എൻ്റെ ജീവിതത്തിൽ ധാരാളമായിട്ട് ഞാൻ എന്ത് ചെയ്യുമായിരുന്നു? പതിവായിട്ട് ഇങ്ങനെ പാരായണം ചെയ്യുമായിരുന്നു. അപ്പോൾ ഈ സ്വലാത്ത് കാരണത്താലാണ് ഇനി എന്നെ അല്ലാഹു തആല ഇത്രയേറെ ഉയരങ്ങളിലെത്തിച്ചത് എന്ന് മഹാനായ ഇമാമുന ഷാഫിഈ റളിയല്ലാഹു തആല. ഏതാണ് പ്രിയപ്പെട്ടവരെ ആ സ്വലാത്തെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ പഠിക്കാം. ഏതാണ് സ്വലാത്ത്? ഇൻഷാ അല്ലാഹ് നോക്കിക്കോളൂ, എഴുതിയെടുത്ത് പഠിച്ചോളൂ. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. اللهم صل على سيدنا محمد كلما ذكرك الذاكرون وصل على محمد وعلى آل محمد كلما غفل عن ذكره الغافلون. അങ്ങനെയാണ് ഒന്നുകൂടെ ചൊല്ലിക്കുക. സ്വലാത്താണ്. ഓരോ സ്വലാത്തിനും അള്ളാഹു 10 നന്മ രേഖപ്പെടുത്തും, 10 തിന്മ അള്ളാഹു മായ്ച്ചു കളയും, 10 ദറജ അള്ളാഹു തആല ഉയർത്തും. അതുകൊണ്ട് ഒന്നുകൂടെ ചൊല്ലാൻ പ്രിയപ്പെട്ടവരെ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ കുല്ലമാ ദക്കറക الذاكرون വസ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ
كلما غفل عن ذكره الغافلون. എന്താ അതിൻ്റെ അർത്ഥം? അല്ലാഹുവേ, നീ ഞങ്ങളുടെ നേതാവായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ സ്വലാത്തിനെ വർഷിപ്പിക്കണമേ, മുത്തു നബിയിലേക്ക് അനുഗ്രഹങ്ങൾ വർഷിപ്പിക്കണമേ. എത്രത്തോളം? കുല്ലമാ ദക്കറക ദാക്കിറൂൻ, അല്ലാഹുവേ, നിന്നെ എത്ര ആളുകളാണ് സ്മരിക്കുന്നതെന്ന് നിനക്കറിയാം. അല്ലാഹുവേ, നിന്നെ എത്ര പേരാണ് സ്മരിക്കുന്നത്? ആ സ്മരിക്കുന്ന ആളുകളുടെ തോതനുസരിച്ച് മുത്തു നബി തങ്ങളിലേക്ക് എന്ത് ചെയ്യാം? നീ എല്ലാ അനുഗ്രഹങ്ങളും വർഷിപ്പിക്കണമേ. വസല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ. വീണ്ടും പറയാം, നബിതങ്ങളിലേക്കും ആ നബിതങ്ങളുടെ കുടുംബം ആലു മുഹമ്മദിലേക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുടെ കുടുംബത്തിലേക്കും നീ എന്ത് ചെയ്യുക? അനുഗ്രഹങ്ങൾ വർഷിപ്പിക്കണമേ. അല്ലാഹ് ലമാ ഗഫല അൻ ദിക്രിഹിൽ ഗാഫിലൂൻ. ആ നബിതങ്ങളെ എന്തുമാത്രം ആളുകളാണ് അശ്രദ്ധമായി കാണുന്നത്, നബിതങ്ങളെ ശ്രദ്ധിക്കാതെ അശ്രദ്ധരായി കാണുന്ന ഒരുപാട് ആളുകളുണ്ട്. അത്രത്തോളം തോതനുസരിച്ച് അല്ലേ, ധാരാളം എണ്ണമുണ്ട്. അത്രത്തോളം തോതനുസരിച്ച് നബിക്കും ആ നബിയുടെ കുടുംബത്തിലും നീ എല്ലാവിധ അനുഗ്രഹവും നീ നൽകണമെന്നർത്ഥം വരുന്നു. പുണ്യമാക്കപ്പെട്ട സുന്ദരമായ ഈ സ്വലാത്ത് ജീവിതത്തിൽ കൊണ്ടുവരണം പ്രിയപ്പെട്ടവരെ. അങ്ങനെ കൊണ്ടുവന്നാൽ നമ്മയും അല്ലാഹു തആല സർവ്വ ഉയർച്ചയിലെത്തിക്കും, സർവ്വ ഉന്നമനത്തിന് കാരണമാകും. അല്ലാഹു തആല ഇപ്പം നമ്മൾ എവിടെയാണ് കിടക്കുന്നത് നമുക്കറിയാം. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ പേഴ്സണൽ ലൈഫ് എടുത്ത് നോക്കിയാൽ നമുക്കറിയാം അല്ലേ, നമ്മൾ എവിടെ കിടക്കാണ്? തോറ്റ് തുന്നമ്പാടി എല്ലാം പൊട്ടിപ്പാളീസായി ജീവിതം മുഴുവനും ഇല്ലാതായി കിടക്കുന്നൊരവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതിൽ നിന്ന് അല്ലാഹു തആല മാറ്റം തരണം പ്രിയപ്പെട്ടവർ. ആ മാറ്റം തരുവാൻ കാരണമാകുന്ന പുണ്യമാക്കപ്പെട്ട ഒരു സ്വലാത്താണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് പഠിച്ചത്. ഈ സ്വലാത്ത് ജീവിതത്തിൻ്റെ ഭാഗമാക്കണം. മഹാനായ ഇമാമുന ഷാഫിഈ തങ്ങൾക്ക് എല്ലാവിധ ഉന്നമനവും ലഭിക്കാൻ കാരണമായത്, ഉയർച്ചയും ലഭിക്കാൻ കാരണമായ പുണ്യമാക്കപ്പെട്ട ഈ സ്വലാത്താണ് ജീവിതത്തിൽ കൊണ്ടുവന്നോളി പ്രിയപ്പെട്ടവരെ. അല്ലാഹു പരിപൂർണമായും നമ്മയൊക്കെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് പേര് ദുആ കൊണ്ട് വസിയ്യത്തുകൾ അറിയിക്കുന്നുണ്ട്. എന്ത് വസിയ്യത്താണെന്ന് റബ്ബിനറിയാം. ആ വസിയ്യത്തുകൾ അല്ലാഹു തആല നടത്തിക്കൊടുക്കട്ടെ. നിങ്ങളുടെ വിലയേറിയ ദുആ ചെയ്യണമെന്ന വസിയ്യത്തുകൾ ഇൻഷാ അല്ലാഹ് കമൻറ്റ് സെക്ഷനുകളിൽ ഉറപ്പായിട്ടും അറിയിക്കണം പ്രിയപ്പെട്ടവരെ. നിങ്ങളുടെ എന്ത് വിഷമങ്ങളുണ്ടെങ്കിലും എഴുതി അറിയിക്കണം. ഉറപ്പായിട്ടും അതിനുവേണ്ടി നമ്മൾ ദുആ ചെയ്യും. ഉറപ്പാണ്, ഒരാളുടെ ദുആ കിട്ടുന്നത് കൊണ്ട് നിങ്ങൾക്ക് യാതൊരുവിധ നഷ്ടവുമില്ലല്ലോ. ദുആ അല്ലേ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ വെച്ച് ദുആ ചെയ്യുമ്പോൾ, മജ്‌ലിസുകളിൽ, ക്ലാസ്സുകളിൽ, പ്രഭാഷണങ്ങളിലൊക്കെ ദുആ ചെയ്യുമ്പോൾ നിങ്ങളെയൊക്കെയും ഉൾപ്പെടുത്തും. ഉറപ്പാണ്, ആ ഒരു ദുആ നിങ്ങൾക്കെത്തും. അതിൽ സംശയമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യുന്ന സാഹചര്യത്തിൽ, ദുആ കൊണ്ട് വസിയ്യത്തുകൾ നിങ്ങൾ ചെയ്യുന്ന സാഹചര്യത്തിൻ്റെ മനസ്സുകൊണ്ട് ആത്മാർത്ഥമായിട്ട് റബ്ബേ, ഞങ്ങൾ ഈ ദുആയിനെ നീ പരിപൂർണമായും സ്വീകരിക്കണേ അല്ലാഹ് എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തിട്ട് വേണം വസിയ്യത്തുകൾ അറിയിക്കാൻ. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മയൊക്കെയും പരിപൂർണമായും ഖബൂലാക്കി സ്വീകരിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യണമെന്ന വസിയ്യത്തോടെ നിർത്തട്ടെ. വാഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.